പ്രിയപ്പെട്ട കുട്ടികളെ, വൺ ക്വസ്റ്റ്യൻ അറ്റ് എ ടൈം സീരീസിലെ 40ാമത്തെ ചോദ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രോബബിലിറ്റിയാണ് നാം ഈ ഒരു ചോദ്യത്തിലൂടെ റിവൈസ് ചെയ്യുന്നത്. ചോദ്യം എല്ലാവരും കണ്ടല്ലോ. ഫോക്കസ് ഏരിയയിൽ 2 കാര്യങ്ങളാണ് പ്രോബബിലിറ്റിയിൽ പഠിക്കാനുള്ളത്. ഒന്ന് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്, മറ്റൊന്ന് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങൾക്കായിട്ട് ആൻസർ എഴുതാം. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ. പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണ് എന്നാണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ +1 പഠിച്ച അതേ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1 ഞാനിവിടെ ചെയ്യുന്നു. എല്ലാവരും ശ്രദ്ധിക്കൂ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്താ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണാനുള്ള ഫോർമുല P of A plus P of B minus P of A union B. Okay, that is equal to P of A 6/11 plus P of B 5/11, P of A union B 7/11. That is equal to 6 plus 5 11. 11 minus 7, that is 4/11 ആണ് ആൻസർ വരാം. ഓക്കെ, 11 minus 7 4/11 ആണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ ആൻസർ. ഓക്കെ, നമ്മൾ +1 പഠിച്ച ഫോർമുല തന്നെയാണ്. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം പി ഓഫ് എ ഗിവൺ ബി എന്താണ് എന്നാണ്. അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ദി ഇവന്റ് ബി ഹാസ് ഓൾറെഡി ഒക്കേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബി സംഭവിച്ചാൽ എ സംഭവിക്കാനുള്ള സാധ്യത എന്ന് നമുക്കതിനെ മലയാളീകരിക്കാം. പി ഓഫ് എ ഗിവൺ ബി. പി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി. ഇതാണ് ഒരു ഫോർമുല. മറ്റൊരു ഫോർമുല നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ബി എന്നുണ്ട്. ഇവിടെ പ്രോബബിലിറ്റി തന്നതുകൊണ്ട് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി എന്നുള്ള ഫോർമുലയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. നോക്കൂ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാ? 4/11 ഹോൾ ഡിവൈഡ് ബൈ പി ഓഫ് ബി എത്രയാണ്? 5/11 അല്ലേ? 11 ക്യാൻസൽ ചെയ്തു, ബാക്കി എന്ത് കിട്ടി? 4/5 എന്ന ആൻസർ കിട്ടി. 4/5. പ്രോബബിലിറ്റിയുടെ ആൻസർ എപ്പോഴും 1നേക്കാൾ ചെറുതായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മ വേണം. 1 അതിനേക്കാൾ ചെറുതോ ആയിരിക്കും, 0 അതിനേക്കാൾ വലുതോ ആയിരിക്കും. അല്ലാത്ത ഒരു ആൻസറും കിട്ടാൻ പാടില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ദി ഇവന്റ് എ ഹാസ് ഓൾറെഡി ഒക്കേർഡ്. പി ഓഫ് ബി ഗിവൺ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബി സംഭവിക്കാനുള്ള സാധ്യത എന്നാണ് അതിന്റെ വ്യാഖ്യാനം. ഓക്കെ, അത് നമുക്ക് എങ്ങനെ പറയാം? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ താഴെ എ അല്ലേ, അപ്പൊ താഴെ പി ഓഫ് എ എന്ന് വരും. താഴെ പി ഓഫ് എ. ആരാ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി? നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ. 4/11 അല്ലേ? ഡിവൈഡ് ബൈ പി ഓഫ് എ, ദാറ്റ് ഇസ് 6/11. 11 got cancelled. Then what is the balance? 4/6, or we can write it as 2/3. 2/3 ആണ് പി ഓഫ് ബി ബൈ എ. അപ്പൊ പി ഓഫ് എ ബൈ ബിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. ബി ഒക്കേർ ചെയ്തിട്ടുണ്ടെങ്കിൽ എ ഒക്കേർ ചെയ്യാനുള്ള സാധ്യത. ഫോർമുല പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി. അപ്പൊ ആദ്യം കാണേണ്ടത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല +1 പഠിച്ചിട്ടുണ്ട്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എന്നുള്ളതിന് പകരം നമ്പർ ഓഫ് എന്ന് കൊടുത്താലും ആൻസർ കിട്ടും അത്തരം കേസുകളിൽ. ഓക്കെ, എയുടെ ആൻസർ ഇവിടെ പൂർത്തിയാകുന്നു. ഇനി ബിയിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ ബി? ആൻ ഏൺ കണ്ടെയ്ൻസ് 10 ബ്ലാക്ക് ആൻഡ് 5 വൈറ്റ് ബാൾസ്. നോക്കൂ, 10 ബ്ലാക്ക് ബോൾസും 5 വൈറ്റ് ബോൾസും ആണ് ഒരു സഞ്ചിയിൽ, ഒരു ബാഗിലുള്ളത്. ഓക്കെ, എന്താ നമുക്ക് വേണ്ടത്? 2 balls are drawn from the urn, one after the other without replacement. ഈ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നുള്ള ടേം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തിരിച്ചു വെക്കാതെ 2 ബോൾസാണ് നമ്മൾ എടുക്കുന്നത് ഈ ബാഗിൽ നിന്ന്. ആദ്യം ഒരു ബോൾ എടുക്കുന്നു, എന്നിട്ട് പുറത്ത് വെച്ചിട്ട് രണ്ടാമതൊരു ബോൾ എടുക്കുന്നു. അതിനാണ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ 2 ബോളും ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഇവിടെ 2 ഇവന്റുകൾ ഒക്കേർ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഇവന്റിന് ഞാൻ എ എന്ന് കൊടുക്കുന്നു. 2 ബോളും ബ്ലാക്ക് ആകണം എന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ആദ്യത്തെ ഇവന്റ് ഫസ്റ്റ് ബോൾ ബ്ലാക്ക് എന്ന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ബോൾ ബ്ലാക്ക്. ബി ബി ദി ഇവന്റ് സെക്കൻഡ് ബോൾ ബ്ലാക്ക്. ബി ബി ദി ഇവന്റ് സെക്കൻഡ് ബോൾ ബ്ലാക്ക്. രണ്ടും ബ്ലാക്ക് ആകണം എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട്
ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ഓഫ് ബോത്ത് ബോൾസ് ആർ ബ്ലാക്ക് ആണ് വേണ്ടത്. ബോത്ത് ബോൾസ് ആർ ബ്ലാക്ക്, ഇതിന്റെ പ്രോബിലിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണണം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് കാണേണ്ടത്. ഓക്കെ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണാനുള്ള ഫോർമുല പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്നാണ്. ഈ ഇവന്റുകൾ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് ഡിപ്പെൻഡന്റ് ഇവന്റ്. ഡിപ്പെൻഡന്റ് ഇവന്റ് ആകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർ ഡിപ്പെൻഡന്റ് ഇവന്റ് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. പറയാൻ സുഖമാണ്. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. ഓക്കെ, എന്താ പി ഓഫ് എ? ഫസ്റ്റ് ബോൾ ബ്ലാക്ക് ആയിരിക്കണം. നോക്കൂ, 10 ബ്ലാക്ക് ബോൾസ് അല്ലേ ഉള്ളത്, ആകെ 15 ബോൾസ് അല്ലേ ഉള്ളത്, അതിൽ 10 ബോൾസ് ബ്ലാക്ക് ആണ് അല്ലേ. അപ്പൊ ആദ്യത്തെ ബോൾ ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാ? 10 ഡിവൈഡ് ബൈ ടോട്ടൽ ബോൾസ് 15 ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ബോൾ ബ്ലാക്ക് ആണെങ്കിൽ രണ്ടാമത്തത് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി. ആദ്യത്തെ ബ്ലാക്ക് ആണെങ്കിൽ ഒരു ബ്ലാക്ക് ബോൾ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പൊ എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ടാവും? 9. ടോട്ടൽ ബോൾസോ അതും ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും, കാരണം നമ്മൾ തിരിച്ചു വെക്കുന്നില്ല. അപ്പൊ 14. ഓക്കെ, അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. എത്ര ആൻസർ വരിക? 2 ഡിവൈഡ് ബൈ 3 അല്ലേ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 14 എന്ന് വരും. 3യും 9ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 എന്ന് കിട്ടും, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 7 എന്ന് കിട്ടും. അപ്പൊ അതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് 3 ഡിവൈഡ് ബൈ 7 എന്ന് എഴുതാം. 3 ഡിവൈഡ് ബൈ 7 ആണ് ഫൈനൽ ആൻസർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ രണ്ടും ബ്ലാക്ക് എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ആൻസർ വന്നത്. രണ്ടും വൈറ്റ് എന്നാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? ആദ്യത്തെ ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബ്ലം എത്രയാ? 5 ഡിവൈഡ് ബൈ 15 അല്ലേ. രണ്ടാമത്തതും വൈറ്റ് ആവണ്ടേ? ഇപ്പൊ വൈറ്റ് ബോൾസിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞു, ആകെ ബോൾസിന്റെ എണ്ണം വീണ്ടും ഒന്ന് കുറഞ്ഞു അല്ലേ. അപ്പൊ 14. ഇതാണ് രണ്ടും വൈറ്റ് എന്നാണെങ്കിൽ ആൻസർ വരാം. ഇനി ആദ്യത്തത് ബ്ലാക്ക്, രണ്ടാമത്തത് വൈറ്റ് എന്നാണെങ്കിലോ? ഫസ്റ്റ് ബ്ലാക്ക്. ഇതൊക്കെ വ്യത്യസ്ത ആൻസറുകളാണ് കേട്ടോ. ഫസ്റ്റ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ 10 ഡിവൈഡ് ബൈ 15 അല്ലേ. രണ്ടാമത്തെ വൈറ്റ് ആ വേണ്ടത്. വൈറ്റ് ബോൾസിന്റെ എണ്ണം കുറഞ്ഞിട്ടില്ലല്ലോ അന്നേരം. ടോട്ടൽ ബോൾസിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞു, 5 ഡിവൈഡ് ബൈ 14. ഇതൊക്കെ വിത്തൗട്ട് റീപ്ലേസ്മെന്റിലാകട്ടോ. ഇനി ആദ്യത്തത് വൈറ്റ്, രണ്ടാമത്തെ ബ്ലാക്ക്, അങ്ങനെയാണെങ്കിലോ 5 ഡിവൈഡ് ബൈ 15. ആദ്യത്തത് വൈറ്റ്, രണ്ടാമത്തത് ബ്ലാക്ക് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ബ്ലാക്ക് ബോൾസിന്റെ എണ്ണം കുറഞ്ഞില്ല, ടോട്ടൽ ബോൾസിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ 10 ഡിവൈഡ് ബൈ 14. ഇങ്ങനെയൊക്കെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളും ഉണ്ടാകാം. മനസ്സിലായല്ലോ. ഇനി ഒരു ബ്ലാക്ക് ഒരു വൈറ്റ് എന്നാണെങ്കിലോ? 2 ബോൾസ് എടുക്കുന്നു, ഒരു ബ്ലാക്ക് ഒരു വൈറ്റ്. അപ്പൊ എങ്ങനെ ചാൻസ് വരിക? ഒരു ബ്ലാക്ക് ഒരു വൈറ്റ് എന്ന് പറയുമ്പോൾ 2 പ്രോബിലിറ്റി ഉണ്ട്, 2 രൂപമുണ്ട്. ആദ്യത്തത് ബ്ലാക്ക്, രണ്ടാമത്തെ വൈറ്റ്. അല്ലെങ്കിലോ ആദ്യത്തത് വൈറ്റ്, രണ്ടാമത്തെ ബ്ലാക്ക്. അപ്പൊ ആദ്യത്തത് ബ്ലാക്കും രണ്ടാമത്തെ വൈറ്റും ആകുമ്പോൾ ഇങ്ങനെ ആൻസർ വരിക 10 ഡിവൈഡ് ബൈ 15. ആദ്യത്തത് ബ്ലാക്ക്, രണ്ടാമത്തത് വൈറ്റ് ആകുമ്പോൾ 5 ഡിവൈഡ് ബൈ 14. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആദ്യത്തേത് വൈറ്റ് അല്ലെ. ആദ്യത്തേത് വൈറ്റ് 5 ഡിവൈഡ് ബൈ 15, രണ്ടാമത്തേത് ബ്ലാക്ക് 10 ഡിവൈഡ് ബൈ 14. അപ്പം ഇതിന്റെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്തു. ഈ ചോദ്യത്തിന് ഇത് മാത്രമേ ആൻസർ ഉള്ളൂ എങ്കിലും ഇങ്ങനെയൊക്കെ ചോദിക്കാം. അതിന്റെ ഒക്കെ ആൻസർ ഞാൻ വിശദീകരിച്ചു. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കൂ. 2 ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ് എയും ബിയും. പി ഓഫ് എ 0.3 ആണ്, പി ഓഫ് ബി 0.6 ആണ്. പി ഓഫ് എ ആൻഡ് ബി കണ്ടുപിടിക്കുക. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരേണ്ട ആദ്യത്തെ കാര്യം, 2 ഇവന്റ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പി ഓഫ് എ ആൻഡ് ബി അല്ലെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. എന്താ? പി ഓഫ് എ ആൻഡ് ബി ആരായിരിക്കും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരേണ്ടത്. ശ്രദ്ധിക്കൂ, ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ പി ഓഫ് എ ആൻഡ് ബി ആണ് കാണേണ്ടത്. അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയതുകൊണ്ട്. ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ പി ഓഫ് ബി ഗിവൺ എ എന്ന് എഴുതണം, നേരത്തെ നമ്മൾ എഴുതിയ പോലെ. ആരവിടെ പി ഓഫ് എ? പി ഓഫ് എ ഈക്വൽ 0.3. What is P of B? That is 0.6. Then what is the answer? 0.18 is the answer. P of A intersection B equal to 0.18. Clear അല്ലേ? Next P of A or B ആണല്ലേ. എന്താ P of A or B എന്ന് പറയുന്നത്? P of A or B എന്ന് പറഞ്ഞാൽ P of A യൂണിയൻ B എന്ന. എന്താ P of A യൂണിയൻ B കാണാനുള്ള ഫോർമുല? P of A പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമ്മൾ ഇത് +1 പഠിച്ചിട്ടുണ്ട് അല്ലേ. ആരാ? പി ഓഫ് എ 0.3,
P of B 0.6, P of A intersection B 0.18. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ കിട്ടും 3 + 6 9. അപ്പൊ 9D - 18 എത്രയാന്ന് നോക്കിയാൽ മതി, 72 അല്ലേ. അപ്പൊ 0.72 എന്ന ആൻസർ വരും. 0.72. ഇതാണ് P of A യൂണിയൻ B വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? P of A ആൻഡ് നോട്ട് B ആണ് അല്ലേ. P of A ആൻഡ് നോട്ട് B. എന്താ P of A ആൻഡ് നോട്ട് B കൊണ്ട് ഉദ്ദേശിക്കുന്നത്? P of A ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, നോട്ട് B B ഡാഷ്. ഓക്കെ, P of A ആൻഡ് നോട്ട് B എന്ന് വെച്ചാൽ P of A ഇന്റർസെക്ഷൻ B ഡാഷ്. ആൻഡ് ഇന്റർസെക്ഷൻ ആണ്, നോട്ട് B എന്ന് പറഞ്ഞാൽ B ഡാഷ് എന്ന. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി ഡാഷും ഇൻഡിപെൻഡന്റാ. അങ്ങനെ ഒരു തിയറം ഉണ്ട്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി ഡാഷും ഇൻഡിപെൻഡന്റാ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? P of A into P of B ഡാഷ് എന്ന് എഴുതാം. ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ ഇന്റർസെക്ഷൻ പ്രോഡക്റ്റ് ആകും. P of A into P of B ഡാഷ്. ആരാ P of A എന്ന് പറയുന്നത്? P of A 0.3 ആണ്. P of B ഡാഷ് ആരാ? P of B 0.6 ആണല്ലോ. ആ P of B ഡാഷ് എന്ന് പറഞ്ഞാൽ 1 - 0.6 നാണ് P of B ഡാഷ് എന്ന് പറയുക. That is equal to 0.3 + 0.4. Then what is the answer? 0.12. 0.12 ആണ് P of A intersection B ഡാഷ്. നെക്സ്റ്റ് P of neither A nor B. P of neither A nor B എന്ന് പറഞ്ഞാൽ എയും ഇല്ല ബിയും ഇല്ല. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാ പറയുന്നത്. എയും ഇല്ല, എ ഇല്ല, P of A ഡാഷ്. പിന്നെ ആരുമില്ല, ബിയും ഇല്ല. P of A ഡാഷ് ഇന്റർസെക്ഷൻ B ഡാഷ്. ഓക്കെ, എയും ഇല്ല ബിയും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡന്റാ. അപ്പൊ നമുക്ക് എന്ത് പറയാം? P of A ഡാഷ് into P of B ഡാഷ്. ഈ ഒരു സൗകര്യം ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, P of A 0.3 അല്ലേ. P of A ഡാഷ് എന്ത് വരും? 1 - 0.3, that is 0.7. P of B ഡാഷ് നേരത്തെ കണ്ടുവല്ലോ, 0.4 അല്ലേ. 0.4. Then what is the answer? 0.28. 0.28 is the answer. And the last question, P of A given B, that is the fifth question. P of A given B ആണ് അടുത്ത ചോദ്യം അല്ലേ. എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റാ. ബി ഒക്വർ ചെയ്താൽ എ ഒക്വർ ചെയ്യാനുള്ള സാധ്യത എന്നല്ലേ P of A given B യുടെ അർത്ഥം അല്ലേ. P of A given B എന്ന് വെച്ചാൽ ബി ഒക്വർ ചെയ്താൽ എ ഒക്വർ ചെയ്യാനുള്ള സാധ്യത. ബിയും എയും ഇൻഡിപെൻഡന്റ് ആണല്ലോ. അതുകൊണ്ട് ബി ഒക്വർ ചെയ്താലും ഒക്വർ ചെയ്തില്ലെങ്കിലും എയുടെ പ്രോബബിലിറ്റിക്ക് മാറ്റം വരുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? P of A എന്ന് പറയാം. P of A given B is equal to P of A, that is nothing but 0.3. ഇനി P of B given A ചോദിച്ചിരുന്നുവെങ്കിലോ? P of B given A ചോദിച്ചാൽ അത് ആർക്ക് ഈക്വൽ ആണ്? P of B ക്ക് ഈക്വൽ ആണ് 0.6 എന്ന് പറയാം. ഓക്കെ, അനുബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ കൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ശരി, അപ്പൊ സീഡ് ആൻസറും കഴിഞ്ഞു. ഇനി കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അതിൽ ഒന്നിതാണ്. നോക്കൂ നിങ്ങൾ, ഒരു ഡൈ 3 തവണ എറിഞ്ഞു, 216 ഔട്ട്കംസ് ഉണ്ടാവും. ഓക്കെ, എയും ബിയും 2 ഇവന്റുകൾ ഡിഫൈൻ ചെയ്യുന്നു. എ എന്ന് പറയുന്നത് 4 on third ത്രോ, മൂന്നാമത്തെ ത്രോയിൽ 4 കിട്ടണം. ബി എന്ന് പറയുന്ന ഇവന്റ് ആരാ? 6 ഫസ്റ്റ് ത്രോയിൽ കിട്ടണം, 5 സെക്കൻഡ് ത്രോയിൽ കിട്ടണം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എ ഗിവൺ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. P of A ഗിവൺ ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുല P of A ഇന്റർസെക്ഷൻ B by P of B ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് A ഇന്റർസെക്ഷൻ B by നമ്പർ ഓഫ് B ഉണ്ട്. ഇവിടെ ഈ ഒരു ഫോർമുല ഉപയോഗിക്കാണ് സൗകര്യം. ഇവിടെ കുട്ടികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ആരെ എഴുതേണ്ടതില്ല, എ എന്നുള്ള സെറ്റ് എഴുതേണ്ടതില്ല. എ എന്നുള്ള സെറ്റ് എഴുതേണ്ടതില്ല. എ എഴുതുമ്പോൾ ഒരുപാട് എഴുതാനുണ്ടാവും, അത് എഴുതേണ്ടതില്ല. കാരണം എന്താ? ഇവിടെ നമ്പർ ഓഫ് A ഇന്റർസെക്ഷൻ ബിയും നമ്പർ ഓഫ് ബിയും മാത്രം മതി. അതുകൊണ്ട് ആദ്യം ഞാൻ ബി എഴുതുന്നു. എന്താ ബി? 6 on ഫസ്റ്റ് and 5 on second ത്രോ എന്നല്ലേ. ആദ്യത്തെ ത്രോയിൽ 6, സെക്കൻഡ് ത്രോയിൽ 5, 6 5. പിന്നെ തേർഡ് ത്രോയിൽ എന്തെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് നമുക്ക് 1 കൊടുക്കാം. 6 5 2, 6 5 3, 6 5 4, 6 5 5, 6 5 6. ഇതാണ് ബി എന്നുള്ള ഇവന്റ്. ഇനി എ ഇന്റർസെക്ഷൻ ബി ആരാണ്? എ ഇന്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ത്രോയിൽ 6 ആയിരിക്കണം, സെക്കൻഡ് ത്രോയിൽ 5 ആയിരിക്കണം, തേർഡ് ത്രോയിൽ ആരായിരിക്കണം? 4 ആയിരിക്കണം. എന്നാലല്ലേ ഇന്റർസെക്ഷൻ എയിൽ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പൊ 6 5 4. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയും കിട്ടി. എ ഇന്റർസെക്ഷൻ ബിയിൽ 1 എലമെന്റ്, ബിയിൽ 6 എലമെന്റ്. അപ്പൊ ഫോർമുല എന്ത് വരും? 1/6 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തും. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. എ ഇവിടെ എഴുതൽ ആവശ്യമില്ല എന്നുള്ള കാര്യം. P of A by B ചോദിക്കുമ്പോൾ P of B given A ആണ് ചോദിച്ചതെങ്കിലോ ബി എഴുതൽ ആവശ്യമില്ല എന്നാവും. ശരി, മനസ്സിലാക്കണേ. ശരി,
അടുത്തൊരു ചോദ്യം നോക്കൂ, 3 കാർഡ് എടുത്തു, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എടുക്കുന്നത്, തിരിച്ചു വെക്കുന്നില്ല. തിരിച്ചു വെക്കുമ്പോഴാണ് ഡിപ്പെൻഡന്റ് ഇവന്റ് ആവുക, തിരിച്ചു വെക്കാതിരിക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് ഇവന്റ്. അപ്പോൾ 3 കാർഡ് 52 കാർഡ് എന്ന് നമ്മൾ എടുക്കുന്നു. എന്താ വേണ്ടത്? ആദ്യത്തെ 2 കാർഡ് കിങ് ആയിരിക്കണം, മൂന്നാമത്തെ ആൾ എയ്സ് ആയിരിക്കണം. നോക്കൂ, ആദ്യത്തെ കാർഡ് കിങ് ആവണം അല്ലേ, 4 കിങ് അല്ലേ ഉള്ളത്. 4/52. എന്നിട്ടോ തിരിച്ചു വെക്കുന്നുണ്ടോ? എടുത്ത കാർഡ് മാറ്റി വെക്കുന്നു. അപ്പൊ രണ്ടാമത് എന്ത് വേണം? രണ്ടാമത്തതും കിങ് തന്നെ വേണം. ആദ്യത്തെ 2 കാർഡ് കിങ് ആണ്, രണ്ടാമത്തെ കിങ് ആകുമ്പോൾ ഒരു കിങ്ങിന്റെ എണ്ണം കുറഞ്ഞു അല്ലേ, ഒരു കാർഡിന്റെ എണ്ണവും കുറഞ്ഞു. അപ്പൊ 3/51 ആയി. പിന്നെ മൂന്നാമത്തത് ആരാവേണ്ടത്? എയ്സ് ആണ് ആവേണ്ടത്. എയ്സ് ആകുമ്പോഴോ മൂന്നാമത്തത് എയ്സ് ആകണം എന്ന് പറയുമ്പോൾ എയ്സിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എയ്സിന്റെ എണ്ണം 4 പക്ഷെ കാർഡിന്റെ എണ്ണം 2 എണ്ണം കുറഞ്ഞു. അതുകൊണ്ടാണ് 50 എന്ന് എഴുതിയത്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/5/5 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? മറ്റൊരു ചോദ്യം നോക്കൂ, എ ഇയും എഫും ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ ഇയും എഫ് ഡാഷും ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കുക. നോക്കൂ, ഇയും എഫ് ഡാഷും ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാൻ എന്താ ചെയ്യേണ്ടത്? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡാഷ് ഈക്വൽ പി ഓഫ് ഇ പി ഓഫ് എഫ് ഡാഷ് എന്ന് കാണിച്ചാൽ മതി. ഇതെല്ലാം കൂടെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡാഷ്, ഇതാണ് ഈ സെറ്റാണ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡാഷ് എന്ന് പറയുന്നത്. അത് കിട്ടാൻ വേണ്ടി ഇയിൽ നിന്ന് ഈ ഇന്റർസെക്ഷൻ എഫ് കുറച്ചാൽ മതി. കണ്ടല്ലോ, കേസർ കണ്ടല്ലോ, ഇയിൽ നിന്ന് ഈ ഇന്റർസെക്ഷൻ എഫ് കുറച്ചാൽ മതി. ഈ ഇന്റർസെക്ഷൻ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഇ മൈനസ് എഫിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ പി ഓഫ് ഇയിൽ നിന്ന് ഈ ഇന്റർസെക്ഷൻ എഫ് കുറക്കുക. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ആരാ? പി ഓഫ് ഇ പി ഓഫ് എഫ് അല്ലേ. കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് പി ഓഫ് ഇ പി ഓഫ് എഫ് ഡാഷ് എന്ന് കാണിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ഇ ഡാഷും എഫ് ഡാഷും ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കാം. അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാ. 2 ബോൾ എടുക്കുന്നു വിത്ത് റീപ്ലേസ്മെന്റ് അല്ലെ, വിത്തൗട്ട് അല്ല, വിത്ത് റീപ്ലേസ്മെന്റ്. അപ്പൊ ഡിപ്പെൻഡന്റ് ഇവന്റ്. എവിടെന്നാ എടുക്കുന്നത്? 10 ബ്ലാക്ക് ബോൾസ് ഉണ്ട്, 8 റെഡ് ബോൾസ് ഉണ്ട്. വിത്ത് റീപ്ലേസ്മെന്റ് തിരിച്ചു വെച്ചുകൊണ്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഡിപ്പെൻഡന്റ് ഇവന്റ്. 2 ബോളും റെഡ് ആയിരിക്കണം. ആദ്യത്തെ ബോൾ റെഡ് ആകണം. അപ്പൊ 8/18, ആകെ 18 ബോൾസ് ഉള്ളത്, റെഡ് ബോൾസിന്റെ എണ്ണം 8/18. രണ്ടാമത്തെ ബോൾ റെഡ് ആകണം, 8/18. എണ്ണം കുറയില്ല, കാരണം എന്താ? എടുത്ത ബോൾ തിരിച്ചു വെച്ചിട്ടാണ് അടുത്ത ബോൾ എടുക്കുന്നത്. അപ്പൊ രണ്ടും സെയിം വരും. അതാണ് വിത്ത് റീപ്ലേസ്മെന്റും വിത്തൗട്ട് റീപ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അടുത്തത് ഫസ്റ്റ് ബ്ലാക്ക് സെക്കൻഡ് റെഡ്. നമ്മൾ നേരത്തെ ഡിപ്പെൻഡന്റ് ഇവന്റിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ 10 അല്ലേ, ബ്ലാക്ക് ബോൾസ് 10 അല്ലേ, 10/18. ബോൾസിന്റെ എണ്ണം കുറയാത്തതുകൊണ്ട് റെഡ് ബോൾസ് 8/18 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു ബ്ലാക്ക് ഒരു റെഡ് എന്ന് പറയുമ്പോഴോ 2 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ബ്ലാക്ക് സെക്കൻഡ് റെഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് റെഡ് സെക്കൻഡ് ബ്ലാക്ക്. ആ ഡിഫറെന്റ് ഓപ്ഷൻസ് ആണ് എഴുതിയത്. ഇവിടെ ബോൾസിന്റെ എണ്ണം കുറയുന്നില്ല, കാരണം എന്താണ്? വിത്ത് റീപ്ലേസ്മെന്റ്. മനസ്സിലാക്കണേ, അതിപ്രധാനമായ ഒരു ചോദ്യമാണ് അടുത്തത്. വെരി ഇമ്പോർട്ടൻ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഒരു പ്രോബ്ലം ചെയ്യാൻ 2 കുട്ടികൾക്ക് കൊടുത്തപ്പോൾ, എക്കും ബിക്കും കൊടുത്തപ്പോൾ അതിന്റെ പ്രോബിലിറ്റിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. 2 പേരും പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഒരേ സമയം ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം ചെയ്യാനുള്ള സാധ്യത എന്ത്? പ്രോബ്ലത്തിന് ആൻസർ കിട്ടാനുള്ള സാധ്യത എന്ത്? ഒരാൾ മാത്രം പ്രോബ്ലം ചെയ്യാനുള്ള സാധ്യത എന്ത്? വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പഠിക്കുക. ഇവിടെ എന്താ നമ്മൾ ആദ്യം എഴുതേണ്ടത്? പി ഓഫ് എ 1/2, പി ഓഫ് ബി 1/3 എന്ന് എഴുതുന്നു. തൊട്ട് താഴെ പി ഓഫ് എ ഡാഷ് എഴുതാം. എങ്ങനെ പി ഓഫ് എ ഡാഷ് കിട്ടുക? 1ൽ നിന്ന് കുറച്ചാൽ മതി. പി ഓഫ് എ, അതുപോലെ പി ഓഫ് ബി ഡാഷ്, അത് രണ്ടും ഞാൻ എഴുതി. പി ഓഫ് പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്നല്ലേ വേണ്ടത്. അപ്പോൾ പി ഓഫ് പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് വെച്ചാൽ 1 മൈനസ് പി ഓഫ് പ്രോബ്ലം ഈസ് നോട്ട് സോൾവ്ഡ്. സോൾവ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത 1ൽ നിന്ന് കുറക്കുക. അപ്പോൾ 1 മൈനസ് നോട്ട് സോൾവ്ഡ് എന്ന് വെച്ചാൽ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. എയും ചെയ്യരുത്, ബിയും ചെയ്യരുത്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആണല്ലോ. ആ പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് എന്ന് എഴുതാം. അതിന് വേണ്ടിയാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പി ഓഫ് എ ഡാഷും പി ഓഫ് ബി ഡാഷും എഴുതിയത്. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആൻസർ 2/3 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇതേപോലെ പി ഓഫ് പ്രോബ്ലം ഈസ് സോൾവ്ഡ്, പി ഓഫ് എ യൂണിയൻ ബി ആണ് പി ഓഫ് പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്നും പറയാം. അങ്ങനെയും ചെയ്യാം. ആരെങ്കിലും ഒരാൾ പ്രോബ്ലം ചെയ്യാന്നല്ല അതിന്റെ അർത്ഥം. പി ഓഫ് എ യൂണിയൻ ബി വെച്ചും കണ്ടുപിടിക്കാം. അന്നേരവും ആൻസർ എന്താ കിട്ടുക? 2/3 എന്നാ കിട്ടുക. ഈ പ്രോബ്ലം ഇതേപോലെയും ചെയ്യാം. 2 കുട്ടികളാവുമ്പോൾ പി ഓഫ് എ യൂണിയൻ ബി കണ്ടാലും മതി. 3 കുട്ടികളുണ്ടെങ്കിൽ ഈ രൂപമായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് പരിചയപ്പെടുത്തിയത്. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ യെല്ലോ കളറിൽ എഴുതിയ പോലെ ചെയ്യാം. രണ്ടും ഒരേ ആൻസറാണ്. നീ എക്സാക്ട്ലി വൺ സോൾവ് ദി പ്രോബ്ലം അല്ലേ? ഒരാൾ മാത്രം ചെയ്യുക. എന്താ അതിന്റെ അർത്ഥം? എ ചെയ്യുമ്പോൾ ബി ചെയ്യരുത് അല്ലേ, അല്ലെങ്കിലോ ബി ചെയ്യുമ്പോൾ എ ചെയ്യരുത്. അപ്പൊ എ ചെയ്യുമ്പോൾ ബി ചെയ്യരുത് എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഡാഷ്, അല്ലെങ്കിൽ പ്ലസ് ബി ചെയ്യുമ്പോൾ എ ചെയ്യരുത്, ബി ഇന്റർസെക്ഷൻ എ ഡാഷ്. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയതുകൊണ്ട് ഇന്റർസെക്ഷന് പകരം ഇൻറ്റു കൊടുക്കാം. അതാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്തത്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ 1/2 എന്ന് കിട്ടി. അതിപ്രധാനമായ ചോദ്യമാണെന്ന് ഞാൻ ആവർത്തിക്കുന്നു. എല്ലാവരും അത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ശരി. ഇനി കുറച്ച് ഹോംവർക്ക്. ഇയും എഫും ഇവന്റ് ആണ്. പി ഓഫ് ഇ പി ഓഫ് എഫ് തന്നിട്ടുണ്ട്, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫും തന്നിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണോ എന്നാ ചോദിച്ചത്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് കാണണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/5 കിട്ടുന്നുവെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണ്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് അല്ല. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് തന്നെയാണ്. അവിടെയും നമ്മൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണണം. അതിനായിട്ട് പി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി ഓർ നോട്ട് ബി ആണ് തന്നത്. അതിൽ നിന്ന് നമ്മൾ പി ഓഫ് എന്ത് കണ്ടുപിടിക്കണം? എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കണം. സ്വന്തമായിട്ട് ചെയ്യുമല്ലോ. അവസാനത്തെ ചോദ്യം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി എന്താ, ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി എന്താന്ന് അല്ലേ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 ആയിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 ആയിരിക്കും. ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അത് വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമല്ലോ. ശരി, പ്രോബിലിറ്റിയിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തു. 2 ക്ലാസ്സുകളാക്കിയില്ല, ഒരു ക്ലാസ്സിൽ തന്നെ 2 കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി 1 ക്വസ്റ്റ്യൻ അറ്റ് എ ടൈം സീരീസിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. തുടക്കം മുതൽ 1 മുതൽ 40 വരെ എല്ലാ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നാം ചെയ്തിട്ടുണ്ട്. ഇനി എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കൂ, ഇതിനകത്തുള്ള ചോദ്യങ്ങളിൽ ഒത്തിരി ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാം. ഇത് നന്നായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ, ഇതിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എക്സാമിന് എഴുതിയോ എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ആദ്യത്തെ 6 ചാപ്റ്ററിലെ നോൺ ഫോക്കസ് ഏരിയയിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നാളെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അത് 15 മിനിറ്റിൽ ഒതുങ്ങണമെന്നില്ല. 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററിലെ നോൺ ഫോക്കസ് ഏരിയ സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്ന ചില ചോദ്യങ്ങൾ അതും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 120-ൽ 110 മാർക്കിനും നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് 60 മാർക്ക് കിട്ടിയാൽ മതിയല്ലോ. വളരെ സന്തോഷകരമായിട്ട്, വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് ആ മാർക്ക് ലഭിക്കും. ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഈ നല്ല അവസരങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.